ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ കുറേ മുന്നിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് നമ്മളോട് ആരൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വെൽവെറ്റിൻ്റെ ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ആ ഫോട്ടോയിൽ കണ്ട സെയിം മോഡൽ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് 3 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ നമ്മളിതാ ഇതുപോലെ 4 മടക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ് ഇല്ലാണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. വെൽവെറ്റിൻ്റെ ക്ലോത്ത് അല്ല. അപ്പോൾ വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് കൊടുക്കുക. പക്ഷേ ഞാൻ ഒരു ലൈനിങ് വേണ്ടാണ്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ലെങ്ത്ത് മീൻസ് നമ്മുടെ യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഞാൻ 5.5 കേട്ടോ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഓരോരുത്തരുടെ പകുതി ഷോൾഡറിൻ്റെ പകുതി നമ്മൾ ഇതുപോലെ മടക്കിയിട്ടതുകൊണ്ട് പകുതിയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ആം ഹോളിൻ്റെ ലെങ്ത്തും 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ആ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചെസ്റ്റ് റൗണ്ടാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്യണത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അംബ്രല്ല ഫ്രോക്കാണ് കേട്ടോ ചെയ്യണത്. നമുക്ക് ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുള്ള ഹൈലോ ഫ്രോക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചെയ്തെടുക്കണത്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ആ ഒരു യോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒരു ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലൈനിങ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്ക്. അപ്പോൾ നെക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലത്തെ നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സെയിം ലെങ്ത്തും വിഡ്ത്തൊക്കെ സെയിം ആയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നെക്ക് വി നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ 2 മടക്കിയതിന് ശേഷം നമുക്കിതിനെ ക്രോസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ഒരു പീസ് ഉണ്ടല്ലോ, അതിന് ഞാൻ സീം അലവൻസ് 1.5 ഇഞ്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ആ ഒരു 1.5 ഇഞ്ച് ഞാൻ പുറത്തേക്ക് ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് പുറത്തേക്ക് ആക്കിയിട്ട് കേട്ടോ. ബാക്കി 1/2 ഇഞ്ച് നമുക്ക് സ്കേർട്ട് പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് പോകാനുണ്ടല്ലോ. പിന്നെ മുകളിൽ നിന്ന് ഞാൻ ആ ലെങ്ത്ത് കറക്റ്റാക്കിയിട്ട് ഷേപ്പാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് എത്ര ഇഞ്ചാണോ വന്നിരിക്കുന്നത് അത് എല്ലാ ഭാഗത്തേക്കും റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേസ്റ്റ് റൗണ്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടുന്ന് നമ്മൾ താഴത്തേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തല്ലോ, അത് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി ലെങ്ത്താണ് കേട്ടോ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ സ്കേർട്ട് പോർഷന്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് സ്കേർട്ടിൻ്റെ. ഇനി ഇതിനെ നമ്മൾ ഫ്രണ്ട് ഒന്ന് കയറ്റി കട്ട് ചെയ്യണമല്ലോ, ഹൈലോ ഫ്രോക്കാണല്ലോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഞാൻ ഇട്ടിട്ട് മേലെ നിന്ന് എത്ര ലെങ്ത്താണോ നമുക്ക് വേണ്ടത് ഫ്രണ്ടിൽ, ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗം എത്ര ലെങ്ത്തിലാണ് വന്ന് നിൽക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള തുമ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ, സീം അലവൻസ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഫ്രണ്ട് ഭാഗം മാത്രം. അപ്പോൾ ഇതിപ്പോൾ ഈ ഫ്രണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡലാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു മോഡലായതുകൊണ്ടാണ് ഫ്രണ്ട് ഇങ്ങനെ കയറ്റി കട്ട് ചെയ്തത്. അതല്ല നോർമൽ അംബ്രല്ലാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതുപോലെ അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 ഭാഗം 4 മേലത്തെ ഷോൾഡർ ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗമൊക്കെ ഫോൾഡഡാണ് കേട്ടോ. എന്നുവെച്ചാൽ എവിടെയും ഷോൾഡർ ജോയിൻ്റ് ഉണ്ടൊന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു പീസിൻ്റെ. അപ്പോൾ ഇതുപോലെ നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തില്ലേ, ആ പീസിനെ നമ്മൾ ആ മടക്കി വെച്ച പീസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഷോൾഡറിനേക്കാളും 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്കിനേക്കാളും 2.5 ഇഞ്ച് എക്സ്ട്രാ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സെയിം നെക്ക് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, കട്ട് ചെയ്തില്ലേ യോക്കിൻ്റെ ഭാഗം, ആ സെയിം നെക്ക് തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, വി നെക്ക്. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ വി നെക്ക്
ലെങ്ത്ത് നെക്കിനേക്കാളും 2.5 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ, അതുപോലെ തന്നെ 3 ഇഞ്ച് ഷോൾഡറിനേക്കാളും വീതിയും കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫിനിഷാക്കി കട്ട് ചെയ്യാണ് കേട്ടോ ഞാൻ. മടക്കിയിട്ടപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറുമല്ലോ. അപ്പോൾ അതൊക്കെ ഫിനിഷാക്കി ഇതാ നെക്കിൻ്റെ മുകളിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സ്ട്രാ ഏത് ഭാഗമൊക്കെയാണ് നീണ്ട് നിൽക്കുന്നത് എന്നുള്ളത്, കൂടുതൽ നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു പീസാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പീസ് കട്ട് ചെയ്ത പോലെ തന്നെ ഇനി ഒരു പീസും കൂടെ നമുക്ക് വേറൊരു പീസും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് കവർ ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ലൈനിങ് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലത്തെ ഇപ്പോൾ ആവശ്യമില്ലാത്ത പീസുകളൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ 2 പീസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ 2 പീസും അത് രണ്ടും കൂടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഫുള്ള് ഭാഗം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ ഗ്യാപ്പൊന്നും കൊടുക്കണ്ട, ഒരു 1/4 ഇഞ്ച് വീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് കട്ടുകൾ കൊടുക്കുക കേട്ടോ. അങ്ങനെ വെട്ട് കൊടുക്കുമല്ലോ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മറിച്ചെടുക്കാം കേട്ടോ, നല്ല വശം മറിച്ചെടുക്കുക. അപ്പോൾ ഈ കവർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. കവർ ചെയ്യാനാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് എല്ലാ വശം ഒന്ന് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് കൊടുത്തത്. ഇത് നമ്മൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. രണ്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിബ് വെക്കണ വീഡിയോ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല. പിന്നെ അത് നമ്മൾ ആ നെക്കിൻ്റെ പീസില്ലേ, അതിൻ്റെ ബാക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ സിബ് വെച്ചതുകൊണ്ട് നമുക്ക് ഇതും ഓപ്പൺ ആക്കണമല്ലോ. അപ്പോൾ സിബിൻ്റെ ഭാഗം ഓപ്പണായി കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു തുമ്പ് ഭാഗമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യണത് ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ പീസ് നമ്മൾ ഉൾവശത്ത് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. യോക്കിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് നമ്മൾ നെക്കിനെ ആ ഒരു പീസ് ഇട്ടിട്ട് കവർ ചെയ്ത് ഇങ്ങോട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചെടുക്കുകയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതാ മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നെക്കിനെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമല്ലോ, നമ്മൾ നോർമലി എല്ലാ ഡ്രസ്സിനും ചെയ്യുന്ന പോലെ ഒരു സ്റ്റിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കുക, ഫ്രണ്ടും ബാക്കും എല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മേലത്തെ പീസ് ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഷോൾഡർ ഒന്നും ജോയിൻ ചെയ്യാനില്ല. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിന് സ്ലീവ് വെക്കണില്ല കേട്ടോ, സ്ലീവ്ലെസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് പീസ് ഇട്ടിട്ടാണ് ആം ഹോൾ കവർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു ക്രോസ് പീസ് ഇട്ടിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്രോസ് പീസിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ആം ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യണത്. ആ 2 ആം ഹോളും അതുപോലെ തന്നെ ക്രോസ് പീസ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ചെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് അളവ് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഇത് മറിച്ച് നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കട്ട് ചെയ്യലോ കേട്ടോ. എന്താ വെച്ചാൽ വലിയ സിബ്ബാണ്, നമ്മൾ പെട്ടെന്ന് അറിയാണ്ടത് തുറന്നു പോയിട്ട് സിബ് വെച്ചത് പിന്നെ ഇതാവുമല്ലോ. അപ്പോൾ നമ്മൾ അറിയാണ്ട് തുറന്ന് പോകണ്ടെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തില്ലേ, അത് എത്രയാണോ വേസ്റ്റ് റൗണ്ട്, ആ വേസ്റ്റ് റൗണ്ട് നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷനിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ജോയിൻ ചെയ്തത്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്തല്ലോ അതിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്തെടുക്കുകയാണ്, സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെ നല്ല വശം രണ്ടും ചേർന്നിട്ടാവും കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം കൂടെ ചേർന്നിരിക്കണം, ആ രീതിയിലാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതാ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് ഇപ്പോൾ രണ്ടും കറക്റ്റാണല്ലോ വേസ്റ്റ് റൗണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ റൗണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇൻ്റർലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് അവർ തന്നൊരു ലേസാണ് കേട്ടത് വേസ്റ്റിൽ കൊടുക്കാനായിട്ട്. ആ ഒരു ലേസ് ഞാനിതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ആ ഒരു നെക്ക് പീസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് മിറർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോയിലെ പോലെ തന്നെ മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല ഷേപ്പിലുള്ള മിറർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു മിറർ വർക്കും ഫുള്ളായിട്ടുണ്ട്. ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടിഭാഗം ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൽവെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ലൈനിങ് വേണ്ടവർ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഫ്രോക്ക് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ തരാം കേട്ടോ പെട്ടെന്ന് തന്നെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ബോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്